പറവൂർ മണ്ഡലത്തെപ്പറ്റി പറയുകയാണെങ്കിൽ വികസനങ്ങൾ ഇനിയും ഒരുപാട് വരാനുള്ളത്. കാരണം ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലാണെങ്കിൽ ജനറൽ ഹോസ്പിറ്റലാണെങ്കിൽ ഭയങ്കര പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. മറ്റുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഹോസ്പിറ്റലൊക്കെ നല്ല ഹൈടെക്കായിട്ട് വളർന്നിട്ടുണ്ട്. പക്ഷേ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു മണ്ഡലം എന്നുള്ളത് ഇതിൽ അതാണ് ഏറ്റവും മെയിനായിട്ട് ഉള്ളത്. കാരണം ഒരുപാട് ആൾക്കാർ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ആശ്രയിക്കുന്നൊരു ഹോസ്പിറ്റലാണ്. പക്ഷേ അത് ഇവിടുത്തെ ഒരു ചുറ്റുപാടിൽ ആ രീതിയിലല്ല. അത്യാവശ്യം ടൗണിൽ നല്ലൊരു സ്ഥലത്താണ് ബിൽഡിംഗ് ഇരിക്കുന്നത്. പക്ഷേ അതൊക്കെ പഴയതും ഒരുപാട് പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ്. അത് മറ്റൊരു അപകടം ഉണ്ടാകുന്നവരെ ഇതുപോലെയൊക്കെ തൊട്ടുന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലപാട് കാണുന്നത്. പക്ഷേ അതൊരു വികസനം ആവശ്യമാണ്. പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ അദ്ദേഹത്തിന് ഈ മണ്ഡലത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നാണ് തോന്നുന്നത്. മറ്റ് ശ്രദ്ധ കൊടുക്കേണ്ട ഒരു മണ്ഡലമാണ്. പക്ഷേ പുള്ളി കേരളം മൊത്തത്തിൽ ഓടിയെടുക്കുന്നതുകൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു. കൂടാതെ മാർക്കറ്റിൻ്റെ ശോചാവസ്ഥ, റോഡുകളുടെ ശോചാവസ്ഥകൾ, ഇതൊക്കെ റോഡൊക്കെ അല്പം നന്നായിട്ടുണ്ടെങ്കിലും ഇനിയും നന്നാവാനുണ്ട് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ. ഹൈവേ വികസനം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതിനൊന്നും പരിഹാരം കാണാൻ ഇവിടുത്തെ MLA പ്രതിപക്ഷ നേതാവിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുതിയതായിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് മണ്ഡലത്തിൽ ആവശ്യപ്പെടുന്നത്? പുതിയതായിട്ട് ഇവിടെ ഒരു കോളേജ് അനുവദിച്ചെങ്കിലും കോളേജിൻ്റെ ഒരു ഫുൾ ലെങ്ത്തിൽ അങ്ങോട്ട് ആയിട്ടില്ല. പക്ഷെ അത് ഇനിയും ആകാനുണ്ട്. അദ്ദേഹത്തിന് ഇവിടെ ശ്രദ്ധിക്കാനുള്ള നേരം കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. വികസനങ്ങൾക്ക് ഒരുപാട് സാധ്യതയുള്ള സ്ഥലങ്ങളാണത്. നേരത്തെ ഉപഗ്രഹ നഗരമായിട്ട് വികസിപ്പിക്കുന്നൊക്കെ പറഞ്ഞെങ്കിലും ഒന്നുമായിട്ടില്ല. 25 വർഷമായിട്ട് ഇവിടെ അദ്ദേഹമോ ഇവിടുത്തെ MLA ആണ്. പക്ഷേ 25 വർഷത്തെ ഒരു വികസനമൊന്നും ഇവിടെ ഇല്ല. മറ്റുള്ള മണ്ഡലങ്ങളിലൊക്കെ ചെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. ഞാൻ കേരളത്തിൽ അങ്ങോളം സഞ്ചരിക്കുന്ന ആളാണ്. എല്ലാ മണ്ഡലങ്ങളും നന്നായിട്ട് വികസിച്ചിട്ടുണ്ട്, റോഡും പാലങ്ങളും ഇതൊക്കെ. പക്ഷേ ഇവിടെ ചാത്തനാട് പാലം എന്നുള്ളത് ഇപ്പോഴും യാഥാർത്ഥ്യമായിട്ടില്ല. 25 വർഷം അദ്ദേഹം MLA ആയ സ്ഥിതിക്ക് ഇവിടെ എന്തൊക്കെയോ വികസനങ്ങൾ വരേണ്ടതായിരുന്നു. പക്ഷേ ഒന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. സാധാരണ രീതിയിലുള്ളൊരു വികസനം എന്നല്ലാതെ ഒരു പ്രത്യേകിച്ചുള്ള വികസനമൊന്നും ഇതുവരെ വന്നിട്ടില്ല. റോഡുകളുടെ ചില ജംഗ്ഷനുകൾ, KMK ജംഗ്ഷൻ, ചേന്നോൽ ജംഗ്ഷൻ, അതൊക്കെ വികസിക്കേണ്ട ആവശ്യം ഉണ്ട്. പക്ഷേ അതൊന്നും അദ്ദേഹം മുൻകൈ എടുത്തൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. മുനിസിപ്പാലിറ്റി ഭരിക്കുന്നതും കോൺഗ്രസ്സാണ്, ഇവിടുത്തെ MLA കോൺഗ്രസ്സുകാരനാണ്. ഇതിലെന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഒന്നും റോഡിൻ്റെ ശോചാവസ്ഥ തന്നെ വളരെ പരിതാപകരമാണ്. മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുള്ള വികസന പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് മാർക്കറ്റിൻ്റെയൊക്കെ ശോചനീയാവസ്ഥ, പഴയ കെട്ടിടങ്ങളൊക്കെ അല്ലേ കൂടുതലും? അതെ, പഴയ കെട്ടിടങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ നിർമ്മാണ രീതി തന്നെ ശരിയല്ല. പുതിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും മാർക്കറ്റിൻ്റെ ഒരു വിസിബിലിറ്റി കുറഞ്ഞു. അതനുസരിച്ചിട്ട് ഇവിടുത്തെ കച്ചവടങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. കച്ചവടം വളരെ മോശമാണ് ഇവിടുത്തെ. ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. ഒരു വിസിബിലിറ്റി ഇല്ല, റോഡിൽ നിന്ന് കാണുന്നൊരു ഇതല്ല ഇപ്പോൾ ഉള്ളത്. അതൊരു നിർമ്മാണ പ്രവൃത്തിയുടെ ഒരു അപാകതയാണ്. ഇവിടെ ഈ മാർക്കറ്റിൽ എല്ലാ ഇതുണ്ട്. ബാത്റൂമില്ല ഈ അരിയത്ത്. ഇവിടെ ഈ അരിയത്ത് വന്നിരുന്ന എല്ലാവരും ഈ ഭക്ഷണ സാധനങ്ങളുടെ അരിയത്ത് വന്നിരുന്നു മൂത്രമൊഴിക്കലും വിസർജനം ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒരു മൂത്രപ്പര ഈ പുഴക്കടവാരത്ത് ഇവിടെ ഇങ്ങനെ പണിത് കൊടുക്കുകയാണെങ്കിൽ വന്ന കച്ചവടക്കാർക്ക് എളുപ്പമാണ്. ഇവിടെ നേരത്തെ ഇല്ല, ഇപ്പോൾ ഒരു 20 കൊല്ലത്തിനപ്പുറത്ത് ഒരു മൂത്രപ്പര ആ പടിഞ്ഞാറ് വശത്ത് ഉണ്ടായതാണ്. ഈ മാർക്കറ്റ് മുനിസിപ്പാലിറ്റിയാണ് ഇവിടെ പിരിപ്പിക്കുന്നത്. മുനിസിപ്പാലിറ്റിയാണ് ശരിക്കും പറഞ്ഞ കെട്ടിടങ്ങളും ടോയ്ലറ്റുകളൊക്കെ പണിത് തരേണ്ടത്. പിന്നെ ഉണക്കമീൻ വിൽക്കാനായിട്ട് ഇവിടെ, ഞാൻ ഉണക്കമീൻ വിൽക്കുന്ന ആളാണ്. ഉണക്കമീൻ വിൽക്കാനായിട്ട് സൗകര്യം ഇവിടെ ഇല്ല. മഴ കൊണ്ട് മഴയത്തിരുന്ന് ഉണക്കമീൻ വെക്കാൻ പറ്റുമോ? ചെമ്മീൻ നനഞ്ഞാൽ മീൻ നനഞ്ഞാൽ പിന്നെ കാശ് പോയില്ലേ. അതുകൊണ്ട് ഉണക്കമീനിന് സ്റ്റാൾ ഇവിടെ വേണം. ഉണക്കമീൻ വെക്കാൻ വർഷങ്ങളായിട്ട് ഇപ്പോൾ ഇവിടെ സാട്രോസ് പണിയുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായതാണ് അപ്പുറത്ത്. അത് പൊളിച്ചറിഞ്ഞ് സാട്രോസ് പറഞ്ഞത് ഞങ്ങളൊക്കെ പുറത്താക്കി. ഇപ്പം ഞങ്ങൾ അവിടെ ഇല്ല ഇവിടെ ഇല്ലാതെ ഒരു ഇങ്ങനെ ഇരിക്കാനായിട്ട് ഒരു മാർക്കറ്റ് ഇവിടെ ഇല്ല. ഉണക്കമീൻ മാർക്കറ്റ് ഇല്ല. ആ, പിന്നെ ഈ വലിയ കെട്ടിടങ്ങൾ പണിതിട്ടുണ്ട്. അതിൻ്റെ മുകളിലൊക്കെ വെറുതെ പാഴാണ്, വെറുതെ കച്ചറയാണ് അതിൻ്റെ മുകളിലൊക്കെ.
അത് എന്തിനാ പണിതിട്ടേക്കണ കെട്ടിടങ്ങളാണ്? മീൻ വെക്കാനാണെന്ന് പറഞ്ഞാൽ അവർ പണിതിട്ടേക്കണേ. അതിൻ്റെ മുകളിൽ കയറി ഉണക്കമീൻ വെക്കാൻ പറ്റുമോ? അത് പറ്റില്ല. അരക്കിലോ മീൻ മേടിക്കാനായിട്ട് ചേട്ടൻ മുകളിൽ കയറി വരുമോ? അത് വരില്ല. മീനും നമ്മൾ പലചരക്കും പച്ചക്കറിയൊക്കെ താഴത്ത് തന്നെ കിട്ടണമല്ലോ. അല്ലേ? അപ്പോൾ ഇതൊന്നും ഇതിനുള്ള സൗകര്യങ്ങളും ഇവിടെ ഇല്ല. അപ്പോൾ ഇവിടുത്തെ ഈ പറവൂർ ഏരിയയുടെ മാർക്കറ്റിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായി തന്നാൽ വളരെ ഉപകാരമായിരിക്കും. അയാൾ സൂപ്പർ നേതാവാണ്. അത് ഇതുപോലത്തെ ഒരു കഥ ഇതൊക്കെ ഈ നമ്മുടെ എറണാകുളം ജില്ലയിലുണ്ടായിട്ടില്ല. സൂപ്പർ VD സതീശൻ ഇത് കഴിഞ്ഞ 24,000 വോട്ടിന് ജയിച്ചെങ്കിൽ ഈ സ്ഥലം 40,000 വോട്ടിന് ജയിക്കും. അത്ര നല്ല വ്യക്തിയുള്ള മനുഷ്യനാണ്, നല്ല വ്യക്തിത്വമുള്ള മനുഷ്യനാണ്. എല്ലാ ഇടവഴികളും കാര്യങ്ങളും തോടിനൊക്കെ ചിറയൊക്കെ കെട്ടി താട്ട റോഡൊക്കെ പണിത് കൊടുത്ത വ്യക്തിയാണ്. ഒരുപാട് തോടൊക്കെ ഇടിഞ്ഞിട്ട് പാവക്കാടായാലും പാലത്തിലായാലും പിന്നെ കട്ടത്തരത്തിലാണെങ്കിലും അവിടെയൊക്കെ തോട് ഇടിഞ്ഞിടക്കിയിരുന്നു. അവിടെയൊക്കെ ചിറ കെട്ടി പുള്ളി അവിടെയൊക്കെ പിന്നെ കൽവെറ്റർ കെട്ടി താട്ടർ ഉണ്ടാക്കി കൊടുത്ത ഇടവഴികളിലും മറ്റത്തിലും മൊത്തം നല്ലൊരു റോഡും നല്ലൊരു വ്യക്തിയാണ്. എവിടെ എന്തെങ്കിലും അറിഞ്ഞാലും ഒക്കെ ഓടിയെത്തുന്നൊരു വ്യക്തിയാണ്. അതുപോലെ പിന്നെ ദുരന്തത്തിനൊക്കെ വന്നപ്പോൾ പിന്നെ കൈ കഴിഞ്ഞ് സഹായിച്ച് ആൾക്കാർ ഒരുപാട് പേർക്ക് വീട് വെച്ച് കൊടുത്ത് അങ്ങനെ പുള്ളിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും സൂപ്പറാണ്, അങ്ങനെ നല്ല വ്യക്തിയാണ്. അതായത് ഇനി പുള്ളി എത്ര കാലം പറവിരുന്നാലും ജയിക്കുന്നൊരു വ്യക്തിയാണ്. പുള്ളിനെക്കുറിച്ച് ഒരു അഭിപ്രായക്കുറവില്ല. ഈ ലോകത്തെല്ലാവർക്കും നല്ലൊരു ആളായിരുന്നു. അതിന് ഇനി പല കാര്യങ്ങളും പുള്ളി കൊണ്ടുവരും. പുള്ളിനെ സംബന്ധിച്ച് ഇപ്പോൾ കോളേജൊക്കെ പുള്ളിനെ സംബന്ധിച്ച് പുള്ളി ചെയ്ത് പിന്നെ അവരുടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ പേരിലാണ് ഇപ്പോൾ എല്ലാവരും വന്നിച്ചിരിക്കുന്നത്. പുള്ളിയൊക്കെ അധികാരത്തിൽ സൂപ്പറായിട്ട് ഇവിടെ വരൊരു കോളേജ് വരും പറവൂരിനെ സംബന്ധിച്ച്. അദ്ദേഹം മുഖ്യമന്ത്രിയാവാനുള്ളൊരു സാധ്യത 100 വട്ടം അങ്ങനെ നല്ലൊരു വ്യക്തിയാണ്. നല്ലൊരു മുഖ്യമന്ത്രിയായിട്ട് തന്നെ വരും എന്നുള്ള ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. ഞങ്ങൾ ഒരുപാട് ഒരു പ്രവർത്തനമാണ്. സാറിന് ഇവിടെ യൂണിയൻകാരെന്നൊക്കെ പറയുന്നത് ഇതിൽ CPM-കാരാണ്. പക്ഷേ അവരൊക്കെ ഈ CIT-കാരാണ്. അവർ ഞങ്ങളെന്നൊക്കെ പറഞ്ഞാൽ കാലങ്ങളായിട്ട് ഉള്ള കണ്ടാൽ മനസ്സിലായിട്ടുള്ള നല്ലൊരു വ്യക്തിയാണ്. പറവൂരാക്കി എടുത്ത വ്യക്തിയാണ്. നല്ലൊരു വ്യക്തിയാണ്. നല്ല അഭിപ്രായം. നല്ല പുള്ളിയെക്കുറിച്ച് പുള്ളിക്കാരൻ പല കാര്യങ്ങളും ആരെങ്കിലും തെറ്റ് ചെയ്താൽ അവനൊക്കെ പുറത്ത് കളയാനൊക്കെ നല്ല ഡീസൻ്റാണ്. ഡീസൻ്റായിട്ട് തന്നെ കാര്യങ്ങൾ തന്നെ പുള്ളി ആളെ പുറത്ത് കളയും. അപ്പോൾ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തവനെ ആരെയും പുറത്ത് കളയും. ആരെയും മുഖം നോക്കില്ല. പിന്നെ മാങ്കൂട്ടി നല്ല വ്യക്തിയാണ്. പക്ഷേ പിന്നെ പിണറായി എന്ന് പറഞ്ഞാൽ നിയമസഭയിൽ വെച്ച് പിണറായി എന്ന് വിളിച്ച് സംസാരിച്ചതിൻ്റെ പേരിലാണ് അയാൾക്ക് ഉണ്ടായത്. അല്ലാണ്ട് അയാൾ പെൺവാണി കേസിലൊന്നും പ്രതിയൊന്നുമല്ല. അയാളെ ആക്കി പഠിച്ചേക്കണേണ് അയാളുടെ വ്യക്തി. അതുവരെ ഇലക്ഷനിൽ കൊണ്ടുവരാൻ വ്യക്തി അങ്ങനത്തെ അല്ലായിരുന്നു. ഇലക്ഷനിൽ നിയമസഭയിൽ കയറി കഴിഞ്ഞപ്പോൾ CPM-നെതിരായിട്ടുള്ള വ്യക്തിയാണെന്ന് തോന്നിയപ്പോൾ അവൻ സാധിക്കെട്ടാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. ഈ തവണ സീറ്റ് കൊടുക്കാൻ സാധ്യതയുണ്ടോ UDF? അവന് സീറ്റ് കൊടുത്ത് 100 വട്ടം ജയിക്കുവാൻ. അവനെ സംബന്ധിച്ച് നല്ല അഭിപ്രായമുള്ള വ്യക്തിയാണ്. കോൺഗ്രസിനൊരു മുതൽക്കൂട്ടാണ്. പക്ഷേ പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പാർട്ടിയിൽ നിന്ന് അംഗത്തങ്ങൾ ഇത് കഴിഞ്ഞിട്ടില്ല. ആളെ കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പുള്ളി തിരിച്ചെടുക്കാന്നുള്ള ഇതിനകത്ത് നിൽക്കുകയാണ്. നല്ല വ്യക്തിയാണ്. VD സതീശനെ കുറിച്ച് ഒന്നും പറയാനില്ല ആയിരിക്കും. പുള്ളിയുടെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ കാര്യങ്ങൾ ചെയ്തു തരും. ഓഫീസിൽ ആളുകൾ എപ്പോഴും ഉണ്ടാവും. 3-4 പേര് അവിടെ ഉണ്ടാവും സ്ഥിരം. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലും പോകേണ്ട കേസാണെങ്കിൽ പോലും അവരൊക്കെ തന്നെ കൊണ്ടുപോയി അത് ശരിയാക്കി തരും. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഓൾ കേരള യാത്രയുള്ളതുകൊണ്ട് പല കാര്യങ്ങളും ചെയ്തു തരുന്നത്. അതെ അതെ. എന്നാലും മണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ കുറവൊന്നും വന്നിട്ടില്ല. ഇല്ലില്ല, സജീവമാണല്ലോ എപ്പോഴും. എന്തിനും ആ വെള്ളപ്പൊക്കത്തിനൊക്കെ കണ്ടില്ലേ പുള്ളി മുണ്ടൊക്കെ മുടക്കി കുത്തി തലക്കെട്ടൊക്കെ കെട്ടി ആളുകളുടെ ഒപ്പം. അപ്പം എന്തിനും ഏതിനും ഓടിയെത്തുന്ന ഒരാളും കാര്യങ്ങളും നമുക്ക് ഓഫീസിൽ ചെന്ന് പറയാനൊക്കെ ഉള്ളൊരു സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഇനിയിപ്പോൾ ഈ മണ്ഡലത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ അല്ലെങ്കിൽ വികസനങ്ങൾ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ജംഗ്ഷനുകൾ വളരെ ഇട റോഡുകളാണ്. ഇപ്പോൾ KMK ജംഗ്ഷനാണെങ്കിലും ചേന്നാലം ജംഗ്ഷനാണെങ്കിലും പൊട്ടന്തിരി തെക്കേ നാലുവഴിയൊക്കെ ആണെങ്കിൽ ഭയങ്കര ബ്ലോക്കുള്ള സ്ഥലങ്ങളാണ്. അവിടെ ഒന്നും വീതി കൂട്ടാണ്ട് രക്ഷയില്ല. പെട്ടെന്നൊന്നും അത് നടക്കില്ല. ഇപ്പോൾ പിന്നെ ഈ NH വരുമ്പോൾ കുറേ വണ്ടികളൊക്കെ അതിൽ പോകുമ്പോൾ ഇവിടുത്തെ തിരക്കൊക്കെ കുറയും. അപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല. വേറെ ഇതൊന്നുമില്ല. ഒരുമാതിരിയൊക്കെ ചെയ്യേണ്ട പുള്ളി. വെള്ളമാണെങ്കിലും ആദ്യമേ തന്നെ ജയിച്ച ആദ്യത്തെ കൊല്ലം തന്നെ എല്ലായിടത്തും വെള്ളം എത്തിച്ച് കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ തീർത്തല്ലോ. അതോടുകൂടി പുള്ളിക്ക് പിന്നെ പേരായി. അതെ അതെ. ഇപ്പം അങ്ങനെ പ്രശ്നമൊന്നുമില്ല. എപ്പോഴും നോക്കിയാലും നമുക്ക് ഇവിടെ വെള്ളത്തിന് ഇപ്പം പറവൂരൊന്നും വലിയ വിഷയമില്ല. ഇനിയിപ്പോൾ വരുന്ന ഇലക്ഷനിൽ നല്ല ഭൂരിപക്ഷത്തോടു കൂടി തന്നെ ജയിക്കും. പിന്നെ ഹോസ്പിറ്റലുകളാണെങ്കിലും നല്ല പുള്ളി ഫണ്ടൊക്കെ മുടക്കി പുതിയ കെട്ടിടങ്ങളൊക്കെ പണിതിട്ടുണ്ട്. നമ്മുടെ പറവൂർ താലൂക്ക് ആശുപത്രി. അതെ. അപ്പോൾ ഏത് കാര്യത്തിനും ഇടപെടുന്ന ഒരു ആളായതുകൊണ്ട് ഈ ഭൂരിപക്ഷത്തിന് കൂടാനാ സാധ്യത.
പിന്നെ അവർക്ക് ഇപ്പോഴും സ്ഥാനാർത്ഥി ആയിട്ടില്ലല്ലോ. ഇടതുപക്ഷത്തിന് ഇപ്പോഴും ഒരു സ്ഥാനാർത്ഥി ആര് വരുമെന്നൊന്നും ആയിട്ടില്ല. അതൊരു പ്ലസ് പോയിന്റ് ആണ്. അതെ 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 അതെ. വേറെ എന്തെങ്കിലും പിന്നെ പുള്ളി അങ്ങനെ രാഷ്ട്രീയമൊന്നും നോക്കാറില്ലല്ലോ. ഇപ്പോൾ ഈ പുള്ളി തന്നെ ഭയങ്കര LDF-കാരനായിരുന്നു. പുള്ളിക്ക് ഈ അറ്റാക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഓപ്പറേഷൻ്റെ ഇതിലൊക്കെ ആയിട്ട് പുള്ളിയുടെ ഓഫീസിൽ ചെന്ന് പറഞ്ഞപ്പോൾ തന്നെ പുള്ളിക്ക് സാമ്പത്തികമായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അപ്പോൾ രാഷ്ട്രീയമൊന്നും നോക്കാറില്ല പുള്ളി. ആ ഒരു ഇതും കൂടി ഉണ്ട്. രാഷ്ട്രീയത്തിന് അതീതമായിട്ടാണ് അതെ പ്രവർത്തിക്കുന്നത്. ജനങ്ങളുമായിട്ടുള്ള ഇടപെടൽ. അതെ അതെ അതെ. അത് ഈ ഇലക്ഷനിലും അദ്ദേഹത്തിനെ സഹായിക്കും. സഹായിക്കും. ആരെയും റെക്കമെൻഡേഷൻ ഒന്നും വേണ്ട. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഓഫീസിലേക്ക് ചെന്നാൽ മതി. പുള്ളിയുടെ ഓഫീസിൽ എപ്പോഴും ആളുകൾ ഉണ്ടാവും. അത്രയും ജനകീയമായിട്ടുള്ള ഒരു ഓഫീസ്. അതെ അതെ അതെ. എപ്പോഴെങ്കിലും നമുക്ക് കയറി ചെന്ന് കാര്യങ്ങൾ പറയാനുള്ള 3-4 പേരുണ്ടാവും. ശരി. ജയിച്ചിട്ടുള്ള മണ്ഡലമാണത്. എന്നോട് ലാസ്റ്റത്തെ ഒരു MLA മരിച്ചുപോയി പറയാൻ പാടില്ലെങ്കിലും അയാൾ ജയിച്ച പിന്നെയാണ് ഈ വാർഡ് ഈ മണ്ഡലം പോയത്. ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ നിന്ന് ഒട്ടും കിട്ടാതെ പോയത്. കാരണം പുള്ളി നിങ്ങൾ എടുത്തോതും പോലെ കൊടുക്കുകയാണ്. കാരണം പുള്ളി 10 കൊല്ലമായിട്ട് വെറുതെ നടക്കൽ മാത്രം ഉണ്ടാവില്ല. ആരെ കണ്ട ചിരിക്കുകയില്ല, ഒന്നും പറയുകയില്ല. അങ്ങനത്തെ ഉള്ള കണ്ടീഷനാണ്. ഇന്നിപ്പോൾ ഇവിടെ സതീശനെ തോൽപ്പിക്കാൻ ഒരു സ്ഥാനാർത്ഥിയുമില്ല. അത്ര ശക്തം മാത്രമല്ല, CPIക്ക് നിർത്താൻ സ്ഥാനാർത്ഥിയുമില്ല. മാറി മാറി വരുന്ന ഓരോ നേതാക്കന്മാരും ഈ പന്നിൻ്റെ വിന്നരെ വരെ നിന്നിട്ട് തോറ്റുപോയി. അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അതിനെ തീർച്ചപ്പെടുത്തിയിട്ടില്ല. ഒരു CPI കൊടുക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ CPM ഏറ്റെടുത്താലും ജയിക്കാൻ സാധ്യത കുറവാണ്. സതീശൻ തന്നെ ജയിക്കും. അഭിപ്രായമുണ്ട്. അയാൾ പല കാര്യങ്ങളും മണ്ഡലത്തിൽ ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പുള്ളി എങ്ങനെയുള്ള ആളായിക്കോട്ടെ. മണ്ഡലത്തിലെ കാര്യങ്ങൾ കുറേ വികസന പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണ്. അപ്പം പിന്നെ ആ പുള്ളിനെ ആൾക്കാർ തോൽപ്പിക്കും. വരാപ്പുഴ പഞ്ചായത്ത് ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഇവിടെ ഇടതുപക്ഷം ജയിച്ചുകൊണ്ടിരുന്നത്. വരാപ്പുഴ പഞ്ചായത്ത് ആലുവ മണ്ഡലത്തിൽ നിന്ന് പറവൂർ മണ്ഡലത്തിലേക്ക് ഏറ്റണ ചെയ്തത്. അതിന് പകരം കരിമാലൂരും ആലങ്ങാട് പഞ്ചായത്തും പറവൂരിൽ നിർത്തി മാറ്റി കളമശ്ശേരിക്കാക്കി. അങ്ങനെയാണ് UDFൻ്റെ കുത്തക മണ്ഡലമായത്. മാറ്റം വന്നപ്പോഴാണ് LDF ജയിക്കാതെ വന്നത്. ഇനിയിപ്പോൾ പെട്ടെന്നൊന്നും അത് കൈവിട്ട് കിട്ടുമെന്ന് തോന്നുന്നില്ല. 25 അല്ല 30 കൊല്ലാവില്ല ടേബിളിലേക്ക് വന്നു. അത് പറയാൻ പറ്റില്ല. അത് കോൺഗ്രസ്സിൽ ആര് വരുമെന്നൊന്നും പറയാൻ പറ്റൂല. എല്ലാവർക്കും ഉണ്ടല്ലോ ആഗ്രഹങ്ങൾ മുഖ്യമന്ത്രി ആവുള്ളത്. നമ്മുടെ മണ്ഡലത്തിലേക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് പറയേണ്ടത് പുതിയതായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും വികസനം. ഞങ്ങളുടെയൊക്കെ റോഡൊക്കെ കുണ്ടും കുഴിയായിട്ട് എടുക്കുകയാണ്. 10 കൊല്ലത്തോളായി. ഇതുവരെ കൗൺസിലും ഇല്ല, MLA ഇല്ല, ആരുമില്ല. ഞങ്ങളുടെ വീട് 3-ാം വാർഡിൽ പറവൂർ മുനിസിപ്പാലിറ്റി നഗരസഭയുടെ 3-ാം വാർഡിലെ റോഡ് 10-25 ലക്ഷം രൂപ മുനിസിപ്പാലിറ്റിക്ക് ഈ കൊല്ലത്തിൽ ലേലം വിളിച്ച് കിട്ടുന്ന മാർക്കറ്റിലേക്ക് വരാനുള്ള റോഡ്, വണ്ടികൾക്ക് വരാനുള്ള റോഡാണത്. ആ റോഡാണ് കുണ്ടും കുഴിയായിട്ട് കിടക്കുന്നത്. പ്രധാന റോഡുകൾ അതിപ്പോൾ ഒരു 10 കൊല്ലത്തോളം ആ റോഡ് അങ്ങനെ കിടക്കണം. ഇതുവരെ ആരും തിരിഞ്ഞു നോക്കണില്ല. മെയിൻ്റനൻസ് ഒന്നും ചെയ്യണില്ല. മെയിൻ്റനൻസ് ചെയ്താൽ ചെയ്യണ്ടേ. ഒരു പാർട്ടിയോടെയും ടൈലിടാൻ പോകുന്നു പറയും, ഒരു പാർട്ടിയോട് അറിയാൻ പറഞ്ഞു കൊല്ലം 2 ടേൺ കൗൺസിലർമാർ ജയിച്ച് 2 ടേൺ കഴിഞ്ഞു. അങ്ങനത്തെ കണ്ടീഷനാണ്. മാർക്കറ്റിൽ മാറ്റങ്ങൾ വന്നോളൂ. ഇതിപ്പോൾ ബാത്റൂം ഇല്ലായിരുന്നു, ഇങ്ങനെ ബാത്റൂം പണിത്. പിന്നെ കുറച്ച് വെട്ടത്തിൻ്റെ കുറവുണ്ട് മാർക്കറ്റിൽ, ലൈറ്റിൻ്റെ ഒക്കെ കുറവുണ്ട്. അത് വരണം. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുള്ളൂ മാർക്കറ്റിൽ. പിന്നെ ബാക്കിയൊക്കെ താഴത്തൊക്കെ കരിങ്കല്ല് പിടിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.